എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തിലാപ്പിയ തേങ്ങാപ്പാലും കുടംപുളിയും കൂടി ചേർത്ത് കറി വെക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞ്, ഒരു സവാള നീളത്തിലരിഞ്ഞ് ചെറുതായിട്ട്, അതുപോലെ കൊച്ചുള്ളി ഒരു 10-15 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. 3/4 കപ്പ് ഒന്നാം പാലും 2 കപ്പ് രണ്ടാം പാലും, പിന്നെ 1-2 ചെറിയ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവയാണ് ഇട്ടേക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമ്മളിന്നൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകിന് ശേഷം നമ്മൾ സവാളയും കൊച്ചുള്ളിയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നമുക്കൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, അധികം മൂത്ത് പോകണ്ട, അധികം നമുക്ക് ബ്രൗൺ കളറാണ്. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വഴന്നു വന്ന ഉള്ളിയിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ മസാലയും സവാളയും എല്ലാം കൂടെ നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി, ഒരു 2 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി കിട്ടും. എന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി അതുപോലെ നമ്മൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം തക്കാളി ഒന്ന് അതിലൊക്കെ ഒന്ന് ചേരണം. ഇതിന് ഉള്ളിയുടെ നനവ് എല്ലാം കൂടെ ആകുമ്പോൾ അതങ്ങ് ചേർന്നോളും. ഏകദേശം ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പുളി വെള്ളത്തോടു കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ വെള്ളം കൂടെ ആകുമ്പോൾ ഉള്ളിയും നമ്മുടെ തക്കാളി എല്ലാം കൂടെ നല്ലവണ്ണം അങ്ങ് ചേർന്നതായിരിക്കും. അതിനുശേഷം രണ്ടാം പാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാം പാൽ നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതൊന്ന് ഒരു തിള വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുളി ഇങ്ങനെ മാറ്റിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പുളി കൂടുതലായിപ്പോൾ. അതുകൊണ്ട് കുടംപുളി പിന്നീട് നമ്മളിങ്ങനെ എടുത്ത് മാറ്റണം. എന്നിട്ടൊന്ന് കറക്കിയിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളതിൻ്റെ നമ്മുടെ പുളിയെല്ലാം ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു അല്പം ഇതൊന്ന് കറക്കി വെച്ചതിന് ശേഷം നമ്മളൊരു അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ലാസ്റ്റിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കറിവേപ്പിലയും കൂടെ ഒഴിച്ച് നല്ലൊരു ഫ്ലേവറായിരിക്കും.